IPL 2024-ൽ പഞ്ചാബ് കിങ്സിന് വിജയത്തുടക്കം. ആദ്യ കളിയിൽ ശിഖർ ധവാനും സംഘവും വീഴ്ത്തിയത് ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസിന്. ജയം 4 വിക്കറ്റിന്. സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് കിടിലൻ ജയത്തോടെ തുടക്കമിട്ട് പഞ്ചാബ് കിങ്സ്. പുതിയ ഹോം ഗ്രൗണ്ടായ മുള്ളൻപൂരിലെ മഹാരാജ യദവിന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഋഷഭ് പന്ത് നയിച്ച ഡൽഹി ക്യാപിറ്റൽസിനെ 4 വിക്കറ്റിനാണ് പഞ്ചാബ് വീഴ്ത്തിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത 20 ഓവറിൽ 174/9 എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ പഞ്ചാബ് കിങ്സ് 4 പന്തുകൾ ബാക്കി നിൽക്കെ വിജയത്തിലെത്തി. മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. വെടിക്കെട്ട് തുടക്കമാണ് ഡൽഹിക്കായി മിച്ചൽ മാർഷും ഡേവിഡ് വാർണറും ചേർന്ന് നൽകിയത്. 12 പന്തിൽ 20 റൺസെടുത്ത മിച്ചൽ മാർഷ് പുറത്താക്കുമ്പോൾ ഡൽഹി സ്കോർ 39/1. വാർണർ 21 പന്തിൽ 29 റൺസും ഷായ് ഹോപ്പ് 25 പന്തിൽ 33 റൺസുമെടുത്ത ഹായ് ഹോപ്പും പുറത്തായി. തിരിച്ചുവരവ് മത്സരം കളിക്കുന്ന ഋഷഭ് പന്തിന് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും വലിയ സ്കോറിലേക്ക് എത്താൻ സാധിച്ചില്ല. 13 പന്തിൽ 2 ബൗണ്ടറികളുടെ സഹായത്തോടെ 18 റൺസാണ് താരം നേടിയത്. ഇമ്പാക്ട് പ്ലെയറായിറങ്ങിയ അഭിഷേക് പോറലിന്റെ പ്രകടനമാണ് ഡൽഹി ഇന്നിംഗ്സ് മാറ്റിമറിച്ചത്. 9ാം നമ്പരിൽ ബാറ്റിംഗിനിറങ്ങിയ താരം 10 പന്തിൽ 32 റൺസെടുത്ത് പുറത്താക്കാതെ നിന്നു. 4 ബൗണ്ടറികളും 2 സിക്സറുകളും താരം നേടി. ഈ ഇന്നിംഗ്സിന്റെ കരുത്തിലാണ് 160 കടക്കില്ലെന്ന് കരുതിയ ഡൽഹി 174/9 എന്ന മികച്ച സ്കോറിലെത്തിയത്. ശിഖർ ധവാനും ജോണി ബെയർസ്റ്റോയും ചേർന്നാണ് പഞ്ചാബ് കിങ്സിനായി ചേസിന് തുടങ്ങിയത്. ധവാൻ 16 പന്തിൽ 22 റൺസും ബെയർസ്റ്റോ 9 റൺസും നേടി പുറത്തായി. 4ാം നമ്പരിൽ ബാറ്റിംഗിനിറങ്ങിയ സാം കറനാണ് പഞ്ചാബ് ചേസിങ്ങിനെ മുന്നിൽ നിന്ന് നയിച്ചത്. 0.47 പന്തിൽ 63 റൺസെടുത്ത് കറൻ പുറത്താക്കുമ്പോഴേക്കും പഞ്ചാബ് ജയത്തിനരികെ എത്തിയിരുന്നു. 21 പന്തിൽ 38 റൺസെടുത്ത് പുറത്താക്കാതെ നിന്ന ലിയാം ലിവിങ്സ്റ്റൺ സിക്സറിലൂടെയാണ് ടീമിന്റെ വിജയറൺ കണ്ടെത്തിയത്. IPL 2024-ൽ പഞ്ചാബ് കിങ്സിന് വിജയത്തുടക്കം. ആദ്യ കളിയിൽ ശിഖർ ധവാനും സംഘവും വീഴ്ത്തിയത് ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസിന്. ജയം 4 വിക്കറ്റിന്. സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് കിടിലൻ ജയത്തോടെ തുടക്കമിട്ട് പഞ്ചാബ് കിങ്സ്. പുതിയ ഹോം ഗ്രൗണ്ടായ മുള്ളൻപൂരിലെ മഹാരാജ യദവിന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഋഷഭ് പന്ത് നയിച്ച ഡൽഹി ക്യാപിറ്റൽസിനെ 4 വിക്കറ്റിനാണ് പഞ്ചാബ് വീഴ്ത്തിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത 20 ഓവറിൽ 174/9 എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ പഞ്ചാബ് കിങ്സ് 4 പന്തുകൾ ബാക്കി നിൽക്കെ വിജയത്തിലെത്തി. മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. വെടിക്കെട്ട് തുടക്കമാണ് ഡൽഹിക്കായി മിച്ചൽ മാർഷും ഡേവിഡ് വാർണറും ചേർന്ന് നൽകിയത്. 12 പന്തിൽ 20 റൺസെടുത്ത മിച്ചൽ മാർഷ് പുറത്താക്കുമ്പോൾ ഡൽഹി സ്കോർ 39/1. വാർണർ 21 പന്തിൽ 29 റൺസും ഷായ് ഹോപ്പ് 25 പന്തിൽ 33 റൺസുമെടുത്ത ഹായ് ഹോപ്പും പുറത്തായി. തിരിച്ചുവരവ് മത്സരം കളിക്കുന്ന ഋഷഭ് പന്തിന് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും വലിയ സ്കോറിലേക്ക് എത്താൻ സാധിച്ചില്ല. 13 പന്തിൽ 2 ബൗണ്ടറികളുടെ സഹായത്തോടെ 18 റൺസാണ് താരം നേടിയത്. ഇമ്പാക്ട് പ്ലെയറായിറങ്ങിയ അഭിഷേക് പോറലിന്റെ പ്രകടനമാണ് ഡൽഹി ഇന്നിംഗ്സ് മാറ്റിമറിച്ചത്. 9ാം നമ്പരിൽ ബാറ്റിംഗിനിറങ്ങിയ താരം 10 പന്തിൽ 32 റൺസെടുത്ത് പുറത്താക്കാതെ നിന്നു. 4 ബൗണ്ടറികളും 2 സിക്സറുകളും താരം നേടി. ഈ ഇന്നിംഗ്സിന്റെ കരുത്തിലാണ് 160 കടക്കില്ലെന്ന് കരുതിയ ഡൽഹി 174/9 എന്ന മികച്ച സ്കോറിലെത്തിയത്. ശിഖർ ധവാനും ജോണി ബെയർസ്റ്റോയും ചേർന്നാണ് പഞ്ചാബ് കിങ്സിനായി ചേസിന് തുടങ്ങിയത്. ധവാൻ 16 പന്തിൽ 22 റൺസും ബെയർസ്റ്റോ 9 റൺസും നേടി പുറത്തായി. 4ാം നമ്പരിൽ ബാറ്റിംഗിനിറങ്ങിയ സാം കറനാണ് പഞ്ചാബ് ചേസിങ്ങിനെ മുന്നിൽ നിന്ന് നയിച്ചത്. 0.47 പന്തിൽ 63 റൺസെടുത്ത് കറൻ പുറത്താക്കുമ്പോഴേക്കും പഞ്ചാബ് ജയത്തിനരികെ എത്തിയിരുന്നു. 21 പന്തിൽ 38 റൺസെടുത്ത് പുറത്താക്കാതെ നിന്ന ലിയാം ലിവിങ്സ്റ്റൺ സിക്സറിലൂടെയാണ് ടീമിന്റെ വിജയറൺ കണ്ടെത്തിയത്.